സെക്രട്ടറി, പ്രസിഡന്റ്, സെക്രട്ടറിക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. അത് പ്രസിഡന്റ് മാപ്പാക്കണം. നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്. നിങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്ക്. എന്ത് തീരുമാനം? എന്റെ വീടും എന്റെ പേളുമായി പോയില്ലേ, നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അതെ, എന്ന് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാ മതി, നടത്തി തരാം. അതുവരെ ദയവേത് മതിൽ ചാടരുത്. ഇല്ല, സത്യാണല്ലോ. എന്റെ അനിയത്തി മീരക്ക് ശലഭയുടെ അതേ പ്രായമാണ്. അപ്പൊ അവളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാ ഒരു 6 മാസം. അത് ശരിയാ, അതാകുമ്പോ അപ്പത്തേക്ക് എന്റെ എക്സാം കഴിയും. ശരി. പോകുന്നില്ലേ? പോവാം. അതെ, ഒരു ഉപകാരം ചെയ്യണം. ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ. ഞായറാഴ്ച പത്രക്കല്ലേ കരയോഗ മീറ്റിംഗ് പ്രസിഡന്റ്. എന്റെ നല്ല ജീവനങ്ങ് പോയി. അല്ല, ഗുരുവായൂർക്ക് പോയി അവരെങ്ങനെ പെട്ടെന്ന് വന്ന്? അതെനിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്കൊന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അല്ല, ആ കാവല് നിർത്തിയാൽ ഇവിടെ പോയതാ? അവൻ റംബൂട്ടാൻ കണ്ടപ്പോ അത് പറിക്കാൻ പോയി. ബെസ്റ്റ്. എന്തായാലും കാര്യം കഴിഞ്ഞിട്ടല്ലേ? അല്ലേ? 6-7 മാസം കഴിഞ്ഞാൽ കെട്ടുമല്ലോ അല്ലേ? മീരയുടെ കാര്യം ഒന്ന് ശരിയാ മതി. ഓ, എന്ത് പറഞ്ഞാലും പെങ്ങള്. നീ അത് പറയാൻ നിൽക്കണ്ട. നീ അവളൊന്നും പറയേണ്ട കേസില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. വന്നേ, ഞാൻ ഇപ്പൊ മനുഷ്യർക്ക് ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല. അല്ല, ഇത് കടലല്ല, ചെങ്കോലാറാ. ഇക്കാലത്തെ പ്രേമം ഉണ്ടാകുന്ന വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സ്വന്തം കാമുകിയുടെ വീട്ടിൽ പോകുന്നത് ഇത്ര വലിയ തെറ്റൊന്നുമില്ല. കാമുകിയുടെ വീട്ടിൽ പോയെന്നോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഇത് പിന്നെ ആരാരും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല, നിനക്കാ. എന്ത് പ്രശ്നം? എടാ, നമ്മുടെ മീര ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തില്ല. മീര മാളോ? മീരയെ കുറിച്ചില്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ജോസേ, നിങ്ങൾക്ക് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞു വിചാരിച്ചു. മീരയുടെ കോളേജിനടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡിയോ നടത്തുക. അവിടെ വെച്ചുള്ള പരിചയമായിരിക്കും. ഡാ, ചെറുക്കൻ്റെ പേര് ഡിസ്നി ജെയിംസ്. ക്രിസ്ത്യാനിയോ? ഇക്കാലത്ത് തറവാട്ട് മഹിമയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്ത് കാണാനാ? പെണ്ണിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം പയ്യൻ്റെ സ്വഭാവം നോക്ക്, ബാക്കിയൊക്കെ പിന്നെ. അല്ല, നിനക്കൊരു പ്രേമമുണ്ടല്ലോ. കാര്യം നിങ്ങൾ ഒരേ കൂട്ടരാ, പക്ഷെ അത് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രേമിച്ചത്. എനിക്ക് മനസ്സിലാവാത്ത ഇതാണ്. ഈ ആങ്ങളമാർക്കൊക്കെ എന്തു ആവാം. വേണമെങ്കിൽ രാത്രി മരം ചാടാം. എന്നിട്ട് സ്വന്തം പെങ്ങളെ കാര്യം വരുമ്പോൾ ഇത്ര വിവരമുള്ളതിനാ? ജോസേ, അത് പറക്ക മുറ്റി അന്ന് മുതലേ നിന്നേക്കാൾ കൂടുതൽ ആ കുടുംബത്തിന് വേണ്ടി ഓടുന്ന കൊച്ചല്ലേ. നീ ഇപ്പം ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, വേറെ ആരെങ്കിലും പറഞ്ഞ് ഉഷാമ അറിയുന്നതിന് മുമ്പ് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം പയ്യനെ നമുക്കൊന്ന് കാണാം. കൊള്ളാങ്കി നീ പറഞ്ഞാൽ മതി. എന്നെ കണ്ടാവൻ തിരിച്ചറിയില്ലേ? തിരിച്ചറിഞ്ഞാൽ അവനോടും. എന്തായാലും സ്റ്റുഡിയോയിൽ വേണ്ട, പുറത്ത് ഇടയിൽ വെച്ച് കാണാം. പുറത്ത്? എടാ, നിനക്ക് മാട്രിമോണിയലിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അതിന് നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം. നീ നാളെ നല്ലൊരു ഡ്രസ് ഇട്ടിട്ടേ ഉച്ചയാകുമ്പോ കല്ലേലി തോട്ടത്തിലേക്ക് വാ. എന്താ പെട്ടെന്നൊരു ബോധോദയം? വള്ളിയൊന്നും അല്ലല്ലേ? അല്ലല്ല, നീ വേണം. ഓക്കെ. വാ, ഇതാണോ? ഇത് തന്നെ.
അവിടെ ഇല്ല. അപ്പൊ അതിനറിയില്ല കേട്ടോ. ഫോട്ടോ എടുക്കാനാണല്ലേ? ഞാൻ നേരത്തെ വിളിച്ചിരുന്നു മാട്രിമോണിയിൽ കൊടുക്കാനേ. കല്ലിൽ തൊട്ടിട്ടുണ്ടേ. അതാവ് നല്ല സീനിയറൊക്കെ ഉണ്ടല്ലോ. സീനറി ശരി ശരി. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം. ഓക്കെ അല്ലേ? ചന്തു ക്യാമറ ചേർത്ത് ചേട്ടാ. എന്തായാലും നമ്മൾ ഒരു വഴിക്കല്ലേ, ഈ വണ്ടി പോ. വെറുതെ പെട്രോൾ അടിച്ച് പൈസ കളയണോ? കണ്ടോ, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന പയ്യന. കൊള്ളാം. വീട് ഇവിടെ തന്നെയാണോ? ചിങ്ങവനത്താ. പക്ഷെ സ്റ്റുഡിയോ ഇട്ടേക്കുന്നത് ഫ്രണ്ടിന്റെ കടമുറിയില്ല. റേറ്റ് കുറച്ച് കിട്ടും. പേര് ഡിസ്നി ജെയിംസ്. ഇഷ്ടം പോലെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല. പിന്നെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ലൊക്കേഷൻ അത്യാവശ്യം നല്ലതാണ്. പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് അല്ലേ? അല്ല, നിങ്ങളുടെ സ്ഥലം? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ. കോളേജിന്റെ മുന്നിലായോണ്ട് സൗകര്യമാണല്ലോ. ചേട്ടൻ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നു ചേട്ടാ, MBA വരെ പഠിച്ച ആളാണ് ഞാൻ. ഈ ക്യാമറ വെച്ചാൽ എന്റെ ലോൺ മൊത്തം അടച്ചെടുത്തു. പിന്നെ എന്റെ താഴെ ഒരാളുണ്ട്, അവളെ കെട്ടിച്ചു വിടുകയും ചെയ്തു. അല്ല, ഇത്രയും സുന്ദരിമാര് പഠിക്കുന്ന കോളേജിന്റെ മുന്നില് സ്റ്റുഡിയോ ഇട്ടിട്ട് ില്ലെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കുണ്ട് ഒരാള്. അങ്ങനെ വഴിക്ക് വാ. മുഖം കണ്ടപ്പോഴേ തോന്നി കള്ളത്തരം. ആരാ? അതൊക്കെ ഉണ്ട്. ഒരു നായര് കുട്ടിയാ. അപ്പോ പ്രതീക്ഷിക്കാം ഒരു വിളിച്ചോട്ടം. എന്തിനാ ചേട്ടാ വിളിച്ചോടുന്നത്? അതൊക്കെ ഒരു സമയമാകുമ്പോ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് വയ്ക്കാന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അനിയത്തിയൊക്കെ ഉള്ളതല്ലേ ചേട്ടാ. ആ പെങ്കൊച്ചനെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ കുടുംബക്കാരെയൊക്കെ മറന്നിട്ട് ഒളിച്ചോടുക എന്ന് പറഞ്ഞാ ഞങ്ങളാ ചെയ്യില്ല. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പ്. ഇവിടെ നിർത്തിക്കോ, നമുക്ക് ഇറങ്ങാം. അല്ല, കൂട്ടുകാരന്റെ ഫോട്ടോ എടുക്കണ്ടേ? അല്ല, വേണ്ട. പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെറും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം ഇപ്പോഴും ഉറങ്ങുകയാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഉണരൂ, ഉണരൂ, ഉണരൂ. നിങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ ഉയർച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നിഷാമിയുടെ കാര്യം രാത്രി പറഞ്ഞിട്ട് എന്നെ വിളിക്കും. ഞാൻ പോവാ. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം. ഞാനും വരുന്നു. ഇവിടെ ഉണർന്നിട്ടേ ഉള്ളൂ. ഇഷ്ടം പോലെ സമയമുണ്ട്. ചുറ്റും പോകുന്നതിന് ശരിയാണ്. സമുദായത്തിന് പോരാടാൻ ആരെങ്കിലും വേണ്ടേ? പോരാടാനോ? ഞാനോ? ജയ് ജയ് ജവാൻ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? ഒരു കാപ്പി കുടിച്ചിട്ട് വരാം. അതുകൊണ്ട് 2 കാപ്പി, 1 മസാല ദോശ. നിനക്കൊന്നും വേണ്ടേ? വേണ്ട. അത് കണ്ടോ, ഒറ്റയടിക്ക് നോക്കല്ലേ. നമ്മുടെ കൊഴിയാമ്പറമ്പിലെ കൊച്ചല്ലേ അത്? ആ കൂടെയുള്ള ചെക്കനേതാ? ഇതിന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അത് പോട്ടെ, നീ ടൗണിലുണ്ടായിരുന്നോ? എന്തുവാ പറയാൻ വന്നേ? ദോശ വരട്ടെ. ഓ, ഇവിടുത്തെ നല്ല ദോശയാണല്ലേ? അത് പറയാനാണോ നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അല്ല അമ്മേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഈ വട, ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല. പക്ഷെ അത് അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ചില സങ്കടങ്ങളും അങ്ങനെയാണ് അമ്മ. ഈ വട പോലെ വന്നു കയറും, നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം. ഈ എന്തുവാടാ ഈ പറയുന്നത്? അമ്മേ, ഒരു MBA-കാരൻ പയ്യനുണ്ട്, നല്ല സ്വഭാവം, ടൗണിൽ സ്റ്റുഡിയോ നടത്തുവാണ്. നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ? അതാണോ കാര്യം? അപ്പൊ നിനക്ക് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോടാ? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്.
പയ്യൻ ക്രിസ്ത്യാനിയാ, പ്രേമത്തിലാണ്. പ്രേമോ? നീ എന്താണ് ഈ പറയുന്നേ? ഇരിക്കമ്മ, നാട്ടുകാരെ ബാളം വിചാരിക്കില്ല. പ്ലീസ് ഇരിക്കേ. കൊല്ലും ഞാൻ അവളെ. അവളുടെ ഒരു ടൂർ ഇന്ന് വരട്ടെ അവള്. അമ്മ ഒന്ന് അടങ്ങമ്മ, ഞാൻ പറയട്ടെ. നീ ഒരു കോപ്പം പറയണ്ട. ആ യന്ത്രാണി ഞാൻ കൊന്നു കുഴിച്ചു മൂടും. അവനാകെ ഒരു കുറവുള്ളൂ, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. അമ്മ ഒന്ന് ഓർത്തു നോക്കി, നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടാന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ആ ജോസ്റ്റാനല്ലേ എല്ലാത്തിനും ഉള്ളത്. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. ഇത്ര നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ. എന്തായാലും നമ്മുടെ കൊച്ചല്ലമ്മേ. എന്നാലും കുടുംബക്കാരൻ പോവാൻ പറയാതെ. ഞാൻ ജോസ്റ്റാനും കുറച്ചു നേരം മുമ്പ് അവനെ പോയി കണ്ടായിരുന്നു. നല്ല പയ്യനാണമ്മേ, അവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്റെ പാലം ചുഴിയമ്മേ, എനിക്കൊന്നും അറിയില്ല. നീ തന്നെ തീരുമാനിക്ക. ആ ഹലോ, എടാ പുള്ളി എവിടെ പോയി കിടക്കാണ്? ഉച്ചക്ക് 1:30 തൊട്ട് നിൽക്കുവാ. ഇപ്പൊ എങ്ങാനും വരോ? ഇവിടെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. ആ, നീ പോകുന്നില്ലല്ലേ? ഇന്ന് ബുദ്ധപൗർണമിയായിട്ട് ബുദ്ധപൗർണമി നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി. അതൊക്കെ എനിക്കറിയാം. അതിങ്ങോട്ട് മാറ്റിയോ? പിന്നെ ഇവിടെ ഫെസ്റ്റിവൽ കുറവാണല്ലോ. ഇല്ല. അപ്പൊ അങ്ങ് പോരെ. എടി, പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ല അനൗൺസ് ചെയ്ത എക്സാമിന്റെ? ഏയ് ഇല്ല. ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? എന്തോ അമ്മയ്ക്ക് പോയി പഠിക്കടി. പഠിക്കാനൊന്നുമില്ലേ? അമ്മ എന്തിനാ വെറുതെ അവളോട് ചാടി കയറുന്നത്? ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ. ഗിഫ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയിരിക്കായിരുന്നു? കാപ്പി പിടിക്കാൻ പോയി. നീ ചോദിച്ച സാധനം. ചക്കര ചേച്ചി, ഞാൻ ഇതിട്ടിട്ട് വരാവേ. ഭയങ്കര സീരിയസ് ആണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത ഇത്രയും ദിവസം? താങ്ക്സ്. ആ പറയടാ. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. ആദ്യം പ്രശ്നമായിരുന്നു, പിന്നെ ഒരു ഇത് ഓക്കെ. നമുക്കിനി വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ശരിടാ. നാളെ നമുക്കൊന്ന്. ഹലോ ഹലോ. മനുഷ്യേട്ടാ, ജോസ്റ്റാൻ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? അതെ അതെ, എനിക്ക് അല്ല, ഫോൺ ഒരു അത്യാവശ്യം എവിടെ? അതെ 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 അതെ. ഞാൻ പറഞ്ഞതേ, ആ റൂട്ടിലത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമുക്കത്. നോക്കുന്നുണ്ട്. അല്ല, നോക്കാം. അതെ, നമുക്കൊന്നുകൂടെ അവനെ കാണണം. ഞാൻ തൽക്കാലം മീരയുടെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. എടാ, നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം. ശരി.
എന്നാലും നീ ആ ക്രിസ്ത്യാനി ചെക്കൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ നോട്ടീസ് അടിച്ചിറക്കാം. PSC റാങ്ക് കിട്ടിയ കാര്യമല്ലേ? എടാ മീരക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ പറയണത് അവൾക്ക് 2 പ്രണയം ഉണ്ടെന്ന്. ഡാ, ആ ഫോട്ടോയിൽ നീ കണ്ടെന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് അന്വേഷിച്ചോ? ഞാനെന്താ അന്വേഷിക്കാന്? ഫോണിൽ കിടന്ന ഫോട്ടോ അല്ലേ? അപ്പൊ ടൂറിന് പോയപ്പെടുത്തായിരിക്കും. അല്ലെങ്കിൽ അവളെ ക്ലാസ്സിൽ ഏതെങ്കിലും പയ്യനാവും. എന്നാൽ നമുക്ക് ആദ്യം അത് അന്വേഷിക്കാം. ഇനി സത്യമാണെന്നില്ലല്ലോ. എന്താ എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും മിണ്ടാത്തേ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനാണ് ഈ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല. അല്ല, അത് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ? അവൻ അതിനു വേണ്ടിയുള്ള ഓട്ടത്തില്ല. അതിനു മുമ്പ് മീനെ കെട്ടിച്ചു വന്നു. നല്ല കാര്യം അല്ലേ? ഈ അമ്പാടിയുടെ വകയിലേ ഒരു മാമന്റെ മകന്റെ ആലോചന വരുന്നു. പുള്ളിക്കാരെ ഗൾഫിലാ അല്ലേ? പക്ഷെ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അല്ല, അതല്ലേ എൻ്റെ ഒരു മര്യാദ. ഏയ്, അവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയേ വേണ്ട. അവൾ ഈ പ്രേമിക്കുന്ന ടൈപ്പൊന്നല്ല. പിന്നെ അവള് വലിയ നല്ല പിള്ളയല്ലേ? പിന്നെ നല്ല പിള്ളയാണ്, എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. ശലഭ ഒരു കാര്യം ചെയ്യണം. എന്തിനാണ് ഇത്ര ഫോർമാലിറ്റി? കാര്യം പറ. ഫോർമാലിറ്റി ഒന്നുമില്ല. മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം. സീക്രട്ട് ആയിരിക്കണം. ഒരാള് പോലും ഇത് അറിയരുത്, പ്രത്യേകിച്ച് അവള്. ശരി, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എനിക്ക് അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ല. എന്നാലും ഞാൻ നോക്കാം. അത് മതി. പോരെ? മതി. ഇറങ്ങാം. പോവാണോ? ശരി. ആഹാ, 3 പേരുണ്ടല്ലോ. അതെ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട്. ആങ്ങളേക്ക് ഫീൽ ആവോ? എന്താ കാര്യം പറ. ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തില്ല. സംഭവം ആകപ്പാടെ 2-3 പേർക്കേ അറിയൂ. പക്ഷെ ഭയങ്കര സീരിയസാ. പയ്യന്റെ പേരെന്താ? പേര് അൻവർ ഷെരീഫ്. അൻവറെ കോളേജിൽ ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ്. നീ പോയിക്കോ. ദേ ജോസേട്ടാ, ഒരാളിപ്പനെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. എൻ്റെ അടുത്ത് വരും. ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ. എന്താ? കല്യാണം. പൈലറ്റ്, ഡോക്ടർ, കളക്ടർ, എഞ്ചിനീയർ. അമ്മേ, കല്യാണം കഴിക്കാൻ ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ ആരെ വേണമെങ്കിൽ കിട്ടും. പക്ഷെ എനിക്ക് തറവാട്ടിൽ പിറന്ന പെണ്ണിനെ മതി. അതിനല്ലേ നമ്മുടെ തറവാടി മാട്രിമോണി. തറവാടി മാട്രിമോണി, തറവാട്ടിൽ പിറന്ന തലമുറയ്ക്കായി തറവാടികളുടെ നമ്പർ 1 ചോയ്സ്. താൽക്കെട്ടുന്നതിന് മുമ്പ് തലക്കുറിയും ജാതകവും ശ്രദ്ധാപൂർവ്വം വായിച്ചു നോക്കുക. സർ, പ്രൊഫൈല് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ, കറക്റ്റ് ആണോ എന്ന്? ഗോഡ് ഫിയറിംഗ്, ഹോംലി, വെൽ ഡിസിപ്ലിൻഡ്, വെൽ മാനേഡ്, ഇതൊക്കെ പോരെ സർ ഡിസ്ക്രിപ്ഷനിൽ? മതി. വെൽ ഡിസിപ്ലിൻഡ് മതി. അത് തന്നെ ധാരാളം. വെൽ ഡിസിപ്ലിൻഡ് അത് മതി. സർ, ഇതാ ബില്ല്. ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് സർ. സർ, ഞാൻ ലോഗ് ഔട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ ദേ നോക്കിയ ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. കണ്ടില്ലേ സാർ, ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലുകൾക്കിടയിൽ സാറിന്റെ സിസ്റ്ററിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ജീവൻ രാജ് പേടിച്ചു പോയല്ല. ഫേമസാ? എനിക്കറിയില്ല. അല്ല, 3 വർഷമായിട്ടുള്ള ഞങ്ങളുടെ പ്രീമിയം ക്ലയന്റ്. 3 വർഷമല്ലേ? മൂപ്പർക്കൊരു ചെറിയ ജാതക പ്രശ്നം. പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. ജാടയാ? അല്ല, പുള്ളി ഭയങ്കര ചൂസ് ചെയ്യാ. ആരെ ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന് നിങ്ങളുടെ പെങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ ഞാനെന്ത് പറയാനാണ് സാർ? വെരി ലക്കി അല്ലേ? നല്ല ഉഗ്രം പയ്യനാണ് ചേട്ടാ. 2 പ്രൊഫൈലും വളരെ മാച്ചിങ് ആണ്. 90% മാച്ചിങ്. നോൺ ആൽക്കഹോളിക്, നോ സ്മോക്കിംഗ്. പിന്നെ ആളും വെൽ ഡിസിപ്ലിൻഡ് ആണ്. വെൽ ഡിസിപ്ലിൻ. അതെ സർ, താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇൻട്രസ്റ്റ് കൊടുക്കാലോ. കൊടുത്തോ കൊടുക്കാം. കമ്പ്യൂട്ടറിനോട് പറഞ്ഞോളൂ. ഓക്കെ സർ. എന്നാലും അവർ ഇത്ര പെട്ടെന്ന് നിന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒന്നുകൂടി ആലോചിച്ചിട്ടൊക്കെ പോരെ? ധൃതി പിടിച്ച് കല്യാണ പരിപാടിയൊക്കെ വേണോ? എനിക്കിത് അറിയോ, അതിനുള്ള പുരോഗമനമൊക്കെ എനിക്കായിട്ടുള്ളൂ.
ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആരെങ്കിലൊക്കെ അറിയുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടണം. സംസാരിച്ചിടത്തോളം അവർ നല്ല പാർട്ടിയാ. ഈ ഞായറാഴ്ച കാണാൻ വരാന്ന് പറഞ്ഞു. അതിന് അവള് സമ്മതിക്കും. അവള് സമ്മതിച്ചേ പറ്റൂ. നീ നൈസായിട്ട് വേണം ഇത് ഡീൽ ചെയ്യാൻ, അലമ്പാക്കരുത്. അവസ്ഥ ഇതായി പോയില്ലേ. എന്നാ ശരി, നീ വിളിക്ക്. ദൈവത്തിനാണോ? ആ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓട്ടെ. മനു വന്നല്ലോ. ഹലോ, അൻവർ ഷരീഫ്, മീരയുടെ ക്ലാസ്മേറ്റ് ആണ്. ഈ വഴി പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാ. പിന്നെ ഉഷാമയും മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്നും കരുതി. മനുപ്രോ PWD അല്ലേ? ആ. സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ തിരക്കാണല്ലോ. അപ്പൊ ശരി. ശരി, ഇറങ്ങട്ടെ. നല്ല പയ്യൻ, ഗുരുത്തമുള്ളവനാ. ശരി അമ്മേ, സൂപ്പർ ചേട്ടൻ. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വന്നല്ല. ഇതിന് മാത്രം കാപ്പി എവിടെ ഇരിക്കുന്നു? ഞാനും വരുക. നീ വരണ്ട, നീ പോയേ. എന്താണ് പ്രശ്നം? ആ ക്രിസ്ത്യാനി ചെക്കൻ സമ്മതിച്ചില്ലേ? അവന്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം. അമ്മേ, ഏട്ടാ എന്താന്ന് വെച്ചാ പറ, എനിക്ക് പ്രഷർ കയറിയിട്ട് വയ്യ. അമ്മ ഒന്ന് വാ. അമ്മേ, 2 കാപ്പി 1 മസാല ദോശ. ശരി. വട വേണ്ട. എടാ, എന്തുവാണെങ്കിലും നീ ഒന്ന് പറ, എന്തുവാ കാര്യം? അമ്മ ദോശ കഴിക്കേ. അമ്മേ, ചിലര് ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല. ഞാൻ കഴിക്കല്ലോ. അതല്ല അമ്മേ, നമ്മുടെ മീരയില്ലേ, നമ്മുടെ മീരയ്ക്ക് ദോശയുടെ കൂടെ വെള്ളച്ചട്നിയും തക്കാളി ചട്നിയും സാമ്പാറും വേണം. മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് അൻവറില്ലേ, നമ്മുടെ മീര അവനായിട്ട് പ്രേമത്തിലാണ്. എന്തുവാ? അപ്പൊ ആ ക്രിസ്ത്യാനി ചിക്കനോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനുമായിട്ടും പ്രേമത്തിലാണമ്മേ. അമ്മേ, അമ്മ എങ്ങോട്ടാ പോന്നേ? അമ്മ എന്ത് ചെയ്യാൻ പോവാ? എടാ, ഇന്ന് വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ചെന്ന് വെള്ളം വെച്ച് അവക്കിട്ട് ഒരു അടി കൊടുക്കും. നാട്ടുകാർ മൊത്തം അറിയിച്ച് കുടുംബത്തിന് മൊത്തം നാണം കെടുത്തും. അവള് പോലെ കടുങ്ങുകയും ചെയ്താലോ? ഇളയ ഒരാളും കൂടി ഇല്ലേ അവിടെ? നമ്മൾ അതും കൂടി ആലോചിക്കണ്ട അമ്മേ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കുക? അവള് ചെയ്തു വെച്ച എല്ലാം അറിഞ്ഞോണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? അതിനിങ്ങനെ അല്ല റിയാക്ട് ചെയ്യണ്ട അമ്മേ. നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എങ്ങനെ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ അവളുടെ പേര് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരാളെ കിട്ടി. ചെറുവൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. ജാതകമൊക്കെ ചേരും. അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടമ്മേ. അതിന് അവള് സമ്മതിക്കണ്ടേടാ. അവളുടെ ഉദ്ദേശം വേറെ വല്ലതാണെങ്കിലോ? അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പറയുകയും ചെയ്യും, അവളത് അനുസരിക്കുകയും ചെയ്യും. അമ്മ നോക്കോ. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പുറത്തെ വീട്ടിലായില്യം വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. എന്നാ പെണ്ണ് കേറി വന്നോ അന്ന് തീർന്നു എന്റെ മനസ്സമാധാനം. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊള്ളൂല തന്നെ എന്തിനാ അമ്മ അയലൊക്കത്തെ കൊച്ചിനെ കുറ്റം പറയുന്നത്? ജീവൻ രാജ്. അമ്മ, അമ്മ, മുറിവേറ്റ ഈ ജീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത്. അരെ വാ, ജീവൻ രാജ് ഒട്ടും പൈങ്കിളിയല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമഃ. എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. പരേതന് കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ. ബന്ധുക്കളോ സംബന്ധക്കാരോ ഒക്കെ വന്നിരിക്കുന്നവരല്ലേ? അവരവരുടെ പേരുകൾ ഇവിടെ എഴുതിക്കണം. കുറിപ്പേട്ടോ, ഒന്നിങ്ങ് വന്നേ. ആ, ഓ, മറ്റേ ആലോചനയുടെ കാര്യം എന്തായി? ആ UK-ക്കാരെ അവർക്കതിൽ താല്പര്യമുണ്ടെന്ന്.
അതെ, നമുക്കെന്തിനാ ഈ അന്യനാട്ടിൽ കിടക്കുന്നവര്? നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും സർക്കാർ ജോലിക്കാരല്ലേ നല്ലത്? ഞാനിനി മോഹൻലാലിനോട് എന്ത് പറയും? പിന്നെ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ മതി. ഒരു ക്ലർക്കായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ടൊരു പയ്യൻ. ചേടാ, അങ്ങനെ ഒരാളെ ഇവിടെ കിട്ടാനാ? പ്രസിഡന്റ് അല്ല, ഒന്ന് വരൂ. മനുവേ കേറുന്നില്ലേ? സെക്രട്ടറി ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അല്ല, ഒരു ചെറിയ തിരക്കിലായി പോയി. നമ്മുടെ മീരയ്ക്ക് ഒരു കല്യാണ ആലോചന ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ ഈ ഞായറാഴ്ച അവര് വരും. ഓഹോ, കരയോഗത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങില്ലേ? അയ്യോ, ഞായറാഴ്ച ഉണ്ടാവില്ലല്ലോ. ജഗത്തമ്പിള്ള വിടാം. ഇത് അമ്മ, ഇത് ഇവിടെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കാം. ഇവനും എഞ്ചിനീയറിംഗിനാ, അങ്ങ് തമിഴ്നാട്ടിലാ, സെക്കൻഡ് ഇയർ. ടോപ്പറാ? അത് പിന്നെ ചേട്ടനാണല്ലോ അവന്റെ റോൾ മോഡൽ. മീര, മോളെ മീര വാ. മോൾ എവിടെയാ പഠിക്കുന്നത്? കാത്തോലിക്കേറ്റ് കോളേജ്, M.Com ഫൈനൽ ഇയർ. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. അതല്ലേ നാട്ടടപ്പ്. എന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല. അല്ല, അവര് സംസാരിക്കട്ടെ. അവര് സംസാരിച്ചാലല്ലേ അറിയൂ. അതെ അതെ, സംസാരിച്ചറിയും. എനിക്ക് സംസാരിക്കണം. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അയ്യോ, പക്ഷെ ഞാൻ അതിൽ അല്പം ആക്റ്റീവ് ആണ്. ഞങ്ങള് കണ്ടായിരുന്നു. ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? സാഹിത്യം കൊള്ളാം, പക്ഷെ ഫോട്ടോ അത്ര പോരാ. നേരിട്ട് കാണാനാ കുറച്ചുകൂടെ നല്ലത്. പോകുമ്പോ ഞാൻ മീരയുടെ നമ്പർ ഒന്ന് വാങ്ങുവേ. എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത്? അതൊന്നും വേണ്ടെന്നേ, കല്യാണം എത്രയും പെട്ടെന്ന് നടത്താന്നല്ലേ അവര് പറഞ്ഞത്. ജാതകം നേരത്തെ നോക്കിയിട്ട് പോയത് നന്നായി. ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ. ഇവന് വേണ്ടി ഇനി പെണ്ണ് കണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ഇനി ആരെയും കാണണ്ട. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതങ്ങ് ഇത്ര വേഗം ഉറക്കുമെന്ന് കരുതിയില്ല കേട്ടോ. എന്നാലും ആ നാട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കണം പെണ്ണിനെ കുറിച്ച്. എന്റെ അടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത്. അമ്മ, ഈ കണ്ട കാലത്തിനും ചേട്ടന് വേണ്ടി പെണ്ണ് തിരക്കി നടന്ന് ദേ മൂക്കിൽ പല്ല് വരാറായി. ആർക്കള മൂക്കി പല്ലൊന്നും? ശോഭന ചേച്ചി. ചേച്ചി. ഹലോ, എടി കോമളെ. ശോഭന ചേച്ചി, എന്തുണ്ട്? കൊറേ ആയല്ലോ വിളിച്ചിട്ട്. എടി, ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാനാന്നേ. എടി, നിനക്കേ അവിടെ ഒരു മീരാ മോഹനെ അറിയാവോ? നമ്മുടെ ജീവൻ മോൻ ഒരു ആലോചന വന്നതാ. നമ്മുടെ ജീവൻ മോന് വേണ്ടിയോ? എന്റെ പൊന്നി ചേച്ചി, ഒന്നും നോക്കാനില്ല. ഇത്രയും നല്ല പെങ്കൊച്ച് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കാണത്തില്ല. ഓ, നിന്നോടാവുമ്പോഴേ നല്ല കൊച്ച ചേച്ചി. നിന്നോടാവുമ്പം എല്ലാം അങ്ങ് തുറന്ന് ചോദിക്കാലോ. ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ. പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാം, ഞാൻ വിളിക്കാൻ നിന്നെ, കേട്ടോ? ശരിയടി. കൊറേ വിളിച്ചതുവാ. ഇപ്പൊ സമാധാനമായാലോ? ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക് മീരയെ മതി. കാര്യം. നീ ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. മീരനെ ആരാണ്ട് കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എന്തിനിപ്പോ ഇത്ര പെട്ടെന്ന് നടത്തുന്നത്? അൻവറിന്റെ കാര്യം അറിഞ്ഞിട്ടാ? എന്നാലും നടത്തണ്ടല്ലേ, അവിടെ നടത്താന്ന് വിചാരിച്ചു. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല. അൻവർ തന്നെ പ്രശ്നം കേട്ടോ. ഞാൻ ഒരു സൈഡാ. ആരുടെ സൈഡ്? അവരുടെ സൈഡ്. പിന്നല്ലാതെ ഇഷ്ടമുള്ളവർ തമ്മിലുള്ള കല്യാണം അല്ലേ നടത്തി കൊടുക്കണ്ടേ? അവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നമ്മൾ എന്തെങ്കിലും നടത്തി കൊടുക്കുന്നേ?
നിങ്ങൾ നോക്കുമനുണ്ടോ നോക്കാൻ ആര് നോക്കുവോ? നീ പോയിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ക്യാഷ് എടുക്കണം, നമ്മുടെ കൂടെ ബാങ്കിൽ പോകാനുള്ള. അവിടെ താഴെ ഓട്ടോ കിട്ടും, പോയിക്കോ ചെല്ല്. മനുചേട്ടാ ഇവിടെ ട്യൂഷൻ കാണാൻ പറ്റത്തോണ്ടാ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനി നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നല്ലോ നീ എന്ന് മീരയ്ക്ക് വാക്ക് കൊടുത്ത്. അത് ചേട്ടാ അങ്ങനെയല്ല. പിന്നെ നീ അന്ന് കഥ അടച്ച് മീരയുടെ അടുത്ത് എന്താ പറഞ്ഞത്? അത് ചേട്ടാ നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് മീരേച്ചി പറഞ്ഞു. ഇപ്പൊ പഠിക്കേണ്ട പ്രായ, അത് കഴിഞ്ഞ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിന്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാന്നാ മീരേച്ചി പറഞ്ഞു. ചേട്ടാ ഞങ്ങള് ഞാൻ അവളോട് സംസാരിക്കട്ടെ. വിഷ്ണുട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാന്ന് വിഷ്ണുട്ടാ അറിയില്ലേ. എന്നെ ആര് മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ വിഷ്ണുട്ട എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴാണ് വിഷ്ണുട്ട ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ മരിച്ചവിടെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുട്ട? എനിക്കറിയാലോ, എനിക്ക് എത്ര ഇഷ്ടം അറിയില്ല. നിന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നു ഇഷ്ടമല്ല. ചിലപ്പോ ചേച്ചി ഞാൻ അവളോട് സംസാരിക്കട്ടെ. അൻവർ ഷെരീഫ് എന്താണ് അത്ര വലിയ രഹസ്യം? ചിലപ്പോ ചേച്ചിയെ കുറിച്ചായിരിക്കും എനിക്ക് സംസാരിക്കണം. മഹേഷേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മഹേഷേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാം? എനിക്കിനി എന്റെ ലൈഫിൽ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എന്റെ ഏട്ടനെ പോലെ മഹേഷേട്ടൻ എന്റെ ജീവനാ. മറക്കണം, എല്ലാം മറക്കണം. നമ്മളുടെ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം, വാൾപേപ്പർ എല്ലാം. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും.